അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുബായിലെ സൂപ്പർ ഫേമസ് ആയ സെക്സി ഫിഷ് റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ എൻട്രൻസ് മുതൽ തന്നെ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ഫുള്ള് സീ ഇൻസ്പയർഡ് ഇൻറ്റീരിയറാണ്. ഓരോ കോർണറും ഭയങ്കര എസ്തറ്റിക്കാണ്. ഫോട്ടോസ് എടുക്കാനും റീൽസ് ഷൂട്ട് ചെയ്യാനും ഒക്കെ പെർഫെക്റ്റ് സ്പോട്ട്. ഒരു ലക്ഷറി ഫീലുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഫുഡിൻ്റെ മെനു കണ്ടപ്പോൾ തന്നെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വരാൻ തുടങ്ങി. ആദ്യം സ്റ്റാർട്ടർ, പിന്നെ മെയിൻ മെനു, പിന്നെ ഡെസേർട്ട്. ആദ്യം വന്നത് ലിറ്റിൽ ക്രാക്കേഴ്സ് ആയിരുന്നു. ആൻവിക്ക് ആദ്യം തന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയ ടേസ്റ്റ് ആണെങ്കിലും അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അത് ട്രൈ ചെയ്തു കേട്ടോ. ഇതൊരു ജാപ്പനീസ് ഇൻസ്പയർഡ് ക്യൂസിനാണ്. സുഷി, സാഷിമി, റൊബാറ്റ ഗ്രിൽ, സീ ഫുഡ്, മീറ്റ് ഡിഷസ്. ഓരോ പ്ലേറ്റും കാണാനും കഴിക്കാനും തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ ഓരോ ഡിഷും പ്ലേറ്റിൽ വന്നപ്പോൾ തന്നെ ഇത് കഴിക്കാനാണോ അതോ ഫോട്ടോ എടുക്കാനാണോ എന്ന അവസ്ഥയായി. കാരണം ഇതിന് പ്രസൻറ്റേഷനൊക്കെ വേറെ ലെവലിൽ തന്നെയാണ്. ഇവിടുത്തെ സർവീസിൻ്റെ കാര്യം പറയാതെ വയ്യ. എല്ലാ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി. ഓരോ ഫുഡും കൊണ്ടുവെക്കുമ്പോഴും അവരത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓരോ ഡിഷിനും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. ദുബായിലെ സെക്സി ഫിഷ് ഒരു ലക്ഷറി ഡൈനിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രൈസ് കുറച്ച് പ്രീമിയം ആണ്. ബട്ട് ആംബിയൻസ്, ഫുഡ്, സർവീസ്, എക്സ്പീരിയൻസ് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷനും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. കുറേ നാളായി സുഷി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതും അങ്ങ് സാധിച്ചു. പിന്നെ ആൻവി ജാപ്പനീസ് റൈസൊക്കെ ട്രൈ ചെയ്ത് കേട്ടോ. അവൾക്ക് അതും ഇഷ്ടമായി. അങ്ങനെ ആ റൈസും ചൂണയും കൂടി അവൾ കഴിച്ചു. വിഷ്ണു ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിക്കുന്ന കണ്ടപ്പോൾ ആൻവിക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവൾ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ എഫർട്ട് കാണുമ്പോൾ തന്നെ അത് ക്യൂട്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാട്ട് വന്നത്. ഡെസേർട്ട്സ് ഒരു വലിയ വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. ഐസ്ക്രീം, ഡോണറ്റ്സ്, കേക്ക്സ്, ഫോണ്ടൻറ്റ് എല്ലാം കാണാൻ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. ആൻവിത ഇവിടെ കണ്ണും തള്ളി ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ്. ഡെസേർട്ട് സെർവ് ചെയ്യുന്ന രീതി തന്നെ കാണാനൊരു മിനി പെർഫോമൻസ് പോലെ തന്നെയാണ്. ഡ്രൈ ഐസ്, സ്മോക്ക് എഫക്റ്റ്, സ്റ്റൈലിഷ് പ്രസൻറ്റേഷൻ, എല്ലാവരുടെയും അറ്റൻഷൻ നേരെ ഇതിലേക്കാണ് പോകുന്നത്. ആദ്യം ക്യാമറ എടുത്ത് ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നും. അതിനുശേഷം മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ തോന്നും. ലക്ഷറി ഡൈനിങ് എന്ന് പറയുമ്പം ഫുഡ് മാത്രമല്ല, ഇങ്ങനെ ചെറിയ കാര്യങ്ങളും വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു ചീസ് കേക്ക് ഉണ്ട്. അതിതാ ഇപ്പോൾ വരും. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അമേസിംഗ് ആണ്. സ്വീറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഡെസേർട്ട് സെക്ഷൻ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യും. ഇവിടുത്തെ ഔട്ട്സൈഡ് വ്യൂ അതുപോലെ തന്നെ മനോഹരമാണ്. ഫ്ലോർ ടു സീലിംഗ് ഗ്ലാസ് വിൻഡോസ് ആയതുകൊണ്ട് പുറത്തേക്കുള്ള DIFC സിറ്റി വ്യൂ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാം. പ്രത്യേകിച്ച് ഡേ ടൈമിൽ നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഡൈനിങ് എക്സ്പീരിയൻസിനും ഫോട്ടോസിനും ഒരു പ്രീമിയം ഫീൽ തന്നെയാണ്. ആൻഡ് വെയിറ്റ്, വാഷ്റൂം കണ്ടപ്പോഴേക്കും വി ആർ ലിറ്ററലി ഷോക്ക്ഡ്. സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് വാഷ്റൂം അല്ല, ഒരു ലക്ഷറി ഹോട്ടൽ ലോബി പോലെ തന്നെ ഉണ്ട്. എല്ലാം കൂടി ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാവേ. ബൈ.